ജീവിതം വീണ്ടും എന്നെ പഠിപ്പിച്ച ഒരു പാഠം ഇതാണ്. സ്വപ്നം കാണാത്ത അനുഗ്രഹങ്ങൾ പോലും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും. ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു കാര്യം ഇന്ന് സഫലമായെന്നേ. ആ നിമിഷം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നേ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എനിക്ക് ഇന്നുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. കുറവിലങ്ങാട് ക്യൂ കെയർ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ഞാനും ചെല്ലണമെന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആരോഗ്യ മേഖല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് അതിലും വലിയ ഒരു സന്തോഷവും അനുഗ്രഹവുമാണ്. അത് ശരിക്കും അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പറയും. ബഹുമാനപ്പെട്ട കേരള ജലവകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫുമായി വേദി പങ്കിടാനും അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാനും അദ്ദേഹത്തിനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ ഇതുപോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കേട്ടോ. ഒരു മന്ത്രിയെയൊക്കെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എനിക്ക് ശ്രീ മോൻസ് ജോസഫുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അദ്ദേഹം വളരെ സൗമ്യമായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയും എന്നോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നിട്ട് പോലും എന്നാ നല്ലൊരു പെരുമാറ്റം. ഭയങ്കര സന്തോഷമായി. ശരിയാണ്, ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആ ഓർമ്മയിൽ അങ്ങനെ അങ്ങ് നിൽക്കും. ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹീതമായ ദിവസമായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റുള്ള ഡോക്ടേഴ്സിനും ഒക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നും വന്നാണ് അവർ കുറച്ച് സമയം ഈ ഉദ്ഘാടനത്തിന് വന്നത്. എങ്കിലും അവരോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കാൻ അനുവദിച്ച ക്യൂ കെയർ മെഡിക്കൽ സെന്ററിന്റെ ഭാരവാഹികളെ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. മന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രഗത്ഭരായ ഡോക്ടേഴ്സ് എന്നിവരോടൊപ്പം വേദി പങ്കിട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറന്നു തരും. ആ ദൈവത്തിന് നന്ദി. ആധുനിക സൗകര്യങ്ങളോടെയും മികച്ച ചികിത്സാ സേവനങ്ങളോടെയും ആരംഭിക്കുന്ന ക്യൂ കെയർ മെഡിക്കൽ സെന്റർ ഈ കുറവിലങ്ങാടുകാർക്കും സമീപവാസികൾക്കും വലിയൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. ഈ ക്യൂ കെയർ മെഡിക്കൽ സെന്ററിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്. അതുപോലെ തന്നെ ഞാൻ 3-4 ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ വളരെ ഹമ്പിളായിട്ടുള്ളതും സേവന തൽപരരായിട്ടുള്ളവരുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്ക് അത്രയ്ക്കും ഒരു എന്തൂസിയാസം, രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തൂസിയാസം ഞാൻ അവരിൽ കണ്ടു. അതുപോലെ തന്നെ ഈ ക്യൂ കെയർ മെഡിക്കൽ സെന്ററിന്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ അവിടെ ചെയ്യുന്നതായിരിക്കുമെന്ന്. വാവ്! സാധാരണ ഹോസ്പിറ്റലിൽ വരുന്ന മിക്കവാറും പേരും 60 വയസ്സിൽ കൂടുതലായിരിക്കും ഇല്ലേ? അപ്പോൾ അത് വലിയൊരു സൗകര്യമാണ്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. കൂടാതെ തന്നെ ഇവിടെ ലാബും ഫാർമസിയും എല്ലാം ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് ലാബ് ടെസ്റ്റിനായിട്ട് വേറെ എങ്ങും പോകണ്ട. അതുപോലെ തന്നെ മരുന്ന് വാങ്ങാനും വേറെ എങ്ങും പോകണ്ട. ഇവിടെ വന്നാൽ ഡോക്ടേഴ്സിനെ കാണാം, മരുന്നും വാങ്ങിച്ച് ലാബ് ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് നമ്മൾക്ക് വീട്ടിൽ മടങ്ങാവുന്നതാണ്. അങ്ങനെ ഈ ക്യൂ കെയർ മെഡിക്കൽ സെന്റർ പ്രതീക്ഷ തേടി വരുന്നവർക്ക് ഒരു അഭയ കേന്ദ്രവും വേദനയിൽ പുളഞ്ഞു വരുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രവും അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന ഓരോ രോഗിക്കും പ്രത്യാശയും രോഗശാന്തിയും ലഭിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമായി തീരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതോടൊപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ജീവിതം എന്നെ വീണ്ടും പഠിപ്പിച്ച ഒരു പാഠം കൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ദൈവം നമ്മൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സ്വപ്നം പോലും കാണാത്തവയായിരിക്കാം. അങ്ങനെ ഒരു അനുഗ്രഹമാണ് ഇന്ന് എനിക്കിവിടെ ലഭിച്ചത്. ഇതൊന്നും വെറും നേട്ടങ്ങളുടെ പട്ടികയിലല്ല. ആത്മാർത്ഥതയോടും സേവന മനോഭാവത്തോടും കൂടി ജീവിച്ച ഒരാളുടെ ജീവിതത്തിൽ വരുന്ന ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് വിശ്വസിക്കൂ, നിങ്ങളുടെ സമയവും വരും. അപ്പോൾ ഒരിക്കൽ കൂടി ക്യൂ കെയർ മെഡിക്കൽ സെന്ററിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അത് നല്ല ഒരു ഹോസ്പിറ്റലായിട്ട് ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.